Hi, 2022 June 30th നടന്ന JEE മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഇതിനു മുമ്പ് നടത്തിയ എക്സാമിന് ടെക്നിക്കൽ ട്രബിൾ നേരിട്ടവർക്ക് വേണ്ടിയിട്ട് NTA നടത്തിയ ഒരു സ്പെഷ്യൽ എക്സാം ആണിത്. എന്തായാലും നമുക്ക് ഇതിന്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. At t is equal to 0, truck starts from rest, moves in the positive x direction at uniform acceleration of 5 meter per second square. At t is equal to 20 seconds, the ball is released from the top of the truck. The ball strikes the ground in 1 second after the release. The velocity of the ball when it strikes the ground will be. Okay? എന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിനകത്ത് ഒരു ബോൾ ഉണ്ട്, അത് ആക്സലറേറ്റഡ് ആയിരുന്നു, 20 സെക്കൻഡ് ആക്സലറേറ്റ് ചെയ്തു. അങ്ങനെ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. UX ഈസ് ഈക്വൽ ടു AT, ആക്സലറേഷൻ ഇൻറ്റു ടൈം. ആക്സലറേഷൻ 5 ആണ്, ടൈം എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് ആണ് ആക്സലറേറ്റ് ചെയ്തത്, അങ്ങനെ 100. അതുപോലെ ഈ ബോൾ ഇടുന്നതിന് മുമ്പ് ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരുന്നു, UY 0 ആയിരുന്നു. ഈ UXൽ നിന്ന് VX കണ്ടുപിടിക്കാം. VX എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി. VX എന്ന് പറയുന്നത് എന്താണ്? UX തന്നെയാണ്. കാരണം അത് താഴേക്ക് ഇട്ടതിന് ശേഷം അതിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഇല്ല. അപ്പോൾ അത് 100 എന്ന് കിട്ടി അല്ലേ? VY ആക്സലറേറ്റഡ് മോഷൻ ആണ്, വെർട്ടിക്കലി ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ VY എന്ന് പറയുന്നത് UY പ്ലസ് AT ഇല്ലേ? UY പ്ലസ് AYT. AY എത്രയാണ്? 10 ആണ്. T എത്രയാണ്? AY എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, T എന്ന് പറയുന്നത് എത്രയാ? 1 സെക്കൻഡ് എന്നാണ് പറഞ്ഞത്, 1. അങ്ങനെ അത് 10 എന്ന് കിട്ടി. ഇനി നമുക്ക് വെക്റ്റർ ഫോമിൽ വെലോസിറ്റി എഴുതാം. വെലോസിറ്റി ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു VXI എലോങ് I ഡയറക്ഷൻ ആണ് ആ വെലോസിറ്റി. VY എലോങ് -J ഡയറക്ഷനാണ്, അപ്പം -VYJ എന്ന് എഴുതണം. Therefore velocity is equal to VX എത്ര കിട്ടി നമുക്ക്? 100. അത് എലോങ് I ഡയറക്ഷൻ ആണ്, ഹൊറിസോണ്ടലി ഫോർവേഡ് ആണ്, -10J. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ദാ A ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് നോക്കൂ. ഇഫ് n മെയിൻ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് n+1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ is the least count of vernier caliper when each centimeter on the main scale is divided into 5 equal parts. നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ ഞാൻ ആദ്യമേ എഴുതുകയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? n മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് n+1 വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ n+1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണെന്ന് നമുക്കറിയാം. ഇനി ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷനിലോട്ട് പോവുക. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആൻഡ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻസ്. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 തന്നെ ഞാൻ എഴുതി. 1 വെർനിയർ സ്കെയിൽ ഡിവിഷന് പകരം n ഡിവൈഡഡ് ബൈ n+1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് എഴുതി. മെയിൻ സ്കെയിൽ ഡിവിഷൻ കോമൺ ഔട്ട് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 ഡിവൈഡഡ് ബൈ n+1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് കിട്ടി. ഇനി ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്ന് നമുക്ക് എഴുതാം. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 5 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 1 സെന്റിമീറ്ററെ 5 ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ 1/5 സെന്റിമീറ്റർ. മില്ലിമീറ്ററിലോട്ട് മാറ്റി എഴുതുമ്പോൾ ദാറ്റ് ഈസ് 2 millimeter എന്ന് കിട്ടി. ആൻസർ നമുക്ക് ഇവിടെ എഴുതാം. MSDക്ക് സ്ഥാനത്ത് 2. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ n+1 യൂണിറ്റ് എന്താണ്? മില്ലിമീറ്റർ എന്ന് കിട്ടി. ആൻസർ ഈസ് 2 ഡിവൈഡ് ബൈ n+1. ഹിയർ ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The radii of 2 planets A and B are in the ratio 2:3. Their densities are 3 rho and 5 rhos respectively. Ratio of their acceleration due to gravity. Acceleration due to gravity ഇക്വേഷൻ നിങ്ങൾക്കറിയാം, gm/r². ഇനി മാസിനെ ഞാൻ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതുകയാണ്. G വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിക്കുക, ഡിവൈഡഡ് ബൈ r² അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല എത്ര കിട്ടി? 4/3 πg(r) എന്ന് കിട്ടി. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോസ് ടു റേഡിയസ് ആൻഡ് ഡെൻസിറ്റി. ദെയർഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ ഞാൻ എടുക്കുകയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ദ പ്ലാനറ്റ് എ ഡിവൈഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ദ പ്ലാനറ്റ് ബി ഈസ് ഈക്വൽ ടു റേഡിയസിൻ്റെ റേഷ്യോ. റേഡിയസിൻ്റെ റേഷ്യോ 2:3 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇൻറ്റു ഡെൻസിറ്റിയുടെ റേഷ്യോ. ഡെൻസിറ്റിയുടെ റേഷ്യോ 3 റോ ഡിവൈഡഡ് ബൈ 5 റോ. അപ്പോൾ ആ റേഷ്യോ എത്ര കിട്ടി നമുക്ക്? 3 വെട്ടിപ്പോയി, റോ വെട്ടിപ്പോയി, അങ്ങനെ 2 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടി.
2:5 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2 projectile P1 P2 thrown with speed in the ratio √3:√2 attain the same height. See here, രണ്ടും ഒരേ ഹൈറ്റിലോട്ടായി എത്തിയെന്ന് പറയുന്നുണ്ട്. ഡ്യൂറിങ് ദർ മോഷൻ P2 ഈസ് ത്രോൺ വിത്ത് ആൻ ആംഗിൾ 60. രണ്ടാമത്തെ പ്രൊജക്ടൈലിന്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഹൈറ്റിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു u² സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഹൈറ്റ് സെയിം എന്ന് പറഞ്ഞാൽ എന്താ? u² സൈൻ സ്ക്വയർ തീറ്റ സെയിം എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം u സൈൻ തീറ്റ സെയിം എന്നാണ് അർത്ഥം. u സൈൻ തീറ്റ ഈസ് സെയിം ഇൻ ബോത്ത് കേസ്, സെയിം ഇൻ ബോത്ത് കേസ് എന്ന് പറഞ്ഞാൽ u1 സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു u2 സൈൻ തീറ്റ 2 എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ 1 ബൈ സൈൻ തീറ്റ 2 സൈൻ തീറ്റ 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ 2 എന്ന് പറയുന്നത് u1 ബൈ u2 ആണ്. u1 ബൈ u2 എന്ന് പറയുന്നത് √3 ബൈ √2 ആണ്. അപ്പോൾ സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു √3 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു സൈൻ തീറ്റ 2. സൈൻ തീറ്റ 2 എത്രയാ? സൈൻ തീറ്റ 2 എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ സൈൻ 60 എന്ന് പറയുന്നത് √3 ഇൻറ്റു √3 ബൈ 2. What will you get? Sin theta 1 √3 divided by √2, you will get 3 divided by, oh sorry, here there is a mistake. Sin theta 1 divided by theta 2, let me correct it. Sin theta 1 by sin theta 2 is equal to u2 divided by u1. u2 divided by u1. അപ്പോൾ sin theta 1 is equal to sin theta 1 is equal to u2 divided by u1 എന്ന് പറഞ്ഞാൽ √2 divided by √3 ഇൻറ്റു സൈൻ 60. സൈൻ 60യുടെ വാല്യൂ √3 ബൈ 2 ആണ്. അങ്ങനെ നമുക്ക് 1 ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടിയത്. തീറ്റ 1 ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് ദെൻ 45 ഡിഗ്രി. 45 ഡിഗ്രി. ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഹിയർ ഈസ് ദ ആൻസർ. സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആൻ എയർ ബബിൾ ഓഫ് നെഗ്ലിജിബിൾ വെയിറ്റ് ഹാവിംഗ് റേഡിയസ് r റൈസ് സ്റ്റെഡിലി ത്രൂ എ സൊല്യൂഷൻ ഓഫ് ഡെൻസിറ്റി സിഗ്മ അറ്റ് സ്പീഡ് v. കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു, അതിന് നെഗ്ലിജിബിൾ വെയിറ്റ് ആണെന്നാണ് പറഞ്ഞത്. ദെർഫോർ അതിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ആണ്. വാട്ട് ആർ ദ ടു ഫോഴ്സസ് ആക്ടിങ്? അതിൻ്റെ വെയിറ്റ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ദെൻ വാട്ട്, ഇറ്റ് ഈസ് മൂവിങ് അപ്പ് എന്നാണ് പറഞ്ഞത്. ദെർഫോർ ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡൗൺവേർഡ് ആൻഡ് ദർ ഈസ് എ ബോയൻറ്റ് ഫോഴ്സ് അപ്വേർഡ്, FB. ബോയൻറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. ഓക്കെ, വിസ്കസ് ഫോഴ്സ് നിങ്ങൾക്കറിയാം 6 pi eta RV. That's a viscous force. That must be equal to the weight of the liquid displaced. Weight of the liquid displaced എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു g. വോളിയം എത്രയാ? 4/3 pi r ക്യൂബ്. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് സിഗ്മയാണ് ഇൻറ്റു g. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ പൈ വെട്ടി കളയാൻ നമുക്ക് വാട്ട് യു വിൽ ഗെറ്റ് ഹിയർ? r ഈസ് ഈക്വൽ ടു, നോ r അല്ല നമുക്ക് വേണ്ടത്. വാട്ട് വി വാണ്ട് ഈസ് ഈറ്റ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് 2r സ്ക്വയർ സിഗ്മ g divided by, here comes 9v. So അങ്ങനെ ആൻസർ ഉണ്ടോ? ഉണ്ട്. ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. A 2 kg block is pushed against a vertical wall by applying a horizontal force of 50 Newton. The coefficient of static friction between the block and the wall is 0.5. The force F is also applied on the block vertically upward as shown in the figure. The maximum value of F applied so that the block does not move. ഇതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ മുകളിലോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇത് മാക്സിമം എത്ര വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം നമുക്ക് എഴുതാം. താഴേക്ക് വേറൊരു ഫോഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? mg ഈസ് ആക്ടിങ് ഡൗൺ ആൻഡ് ഇറ്റ് ഹാസ് എ ഇമ്പെൻഡിങ് മോഷൻ അപ്വേർഡ്. ഈ എഫ് ഇൻക്രീസ് ചെയ്യുമ്പോഴേ മാക്സിമം ആവുമ്പോൾ ഇതിൻ്റെ ഇമ്പെൻഡിങ് മോഷൻ അപ്വേർഡ് ആണ്. ദെർഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡൗൺവേർഡ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS ഈസ് ഡൗൺവേർഡ്. ആൻഡ് ഈ വാള് ഈ ബ്ലോക്കിന് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. നോർമൽ റിയാക്ഷൻ നോക്കിയേ, ദിസ് ഈസ് ഇൻ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം. ദെർഫോർ നോർമൽ റിയാക്ഷനും ഈ 50 ന്യൂട്ടന് ഈക്വൽ ആയിരിക്കും. ദെർഫോർ യു ക്യാൻ റൈറ്റ് നോർമൽ റിയാക്ഷൻ ഫസ്റ്റ് ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ. And this is in vertical equilibrium also. Therefore, upward force and downward force are equal. From that, you can write Fs static friction is equal to what? F minus mg. F minus mg. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം Fs plus mg is equal to capital letter F. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നിങ്ങൾക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു μn ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന റിലേഷനാണ്.
Static friction maximum value mu n ആണ്. Therefore static friction is always less than or equal to mu n. Static friction സ്ഥാനത്ത് f minus mg എഴുതാം. f minus mg is less than or equal to mu n. mg other side ലേക്ക് കൊണ്ടുപോകുമ്പോൾ f less than or equal to what you will get mu n plus mg എന്ന് പറഞ്ഞാൽ f has no lower limit, it has upper limit. f ന്റെ maximum value എത്രയാണ്? f max is equal to what? mu n plus mg. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f max is equal to mu എത്രയാണ്? 0.5. n എത്രയാണ്? n 50. ദാറ്റ് ഈസ് mu n എന്ന് പറഞ്ഞാൽ 25 വന്നു. mg എന്ന് പറഞ്ഞാൽ m2 g 10 അങ്ങനെ 20. അങ്ങനെ f max is equal to 45 Newton. 45 Newton. Is their answer? D is the right answer. Okay. ഇനി 7th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. Two bodies A and B of mass 5 kg and 8 kg are moving such that the momentum of the body B is twice that of A. The ratio of kinetic energy. Here there is a relation given. Momentum of body B is 2 times momentum of body A എന്ന റിലേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അവയുടെ മാസും തന്നിട്ടുണ്ട്. ബോഡി എയുടെയും ബിയുടെയും മാസും തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി വേണം. നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി മൊമെന്റത്തിന്റെ ടൈമിൽ എഴുതുക p² ഡിവൈഡഡ് ബൈ 2m അല്ലേ. Therefore kinetic energy of A divided by kinetic energy of B is equal to momentum of A divided by momentum of B അതിൻ്റെ സ്ക്വയർ ഇൻറ്റു മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ. ഇനി മൊമെൻറ്റം ഓഫ് ബിക്ക് പകരം 2 ടൈംസ് മൊമെൻറ്റം ഓഫ് എ എന്ന് എഴുതുകയാണെങ്കിൽ ഇത് 1/2 സ്ക്വയർ എന്ന് വന്നു ഇൻറ്റു മാസ് ഓഫ് ബി എത്രയാണ്? 8 ആണ്. മാസ് ഓഫ് എ എത്രയാണ്? 5 ആണ്. അങ്ങനെ നമുക്ക് 2 ഡിവൈഡഡ് ബൈ 5 എന്ന് ആൻസർ കിട്ടി. 2:5. Isn't it right? Yeah. 2:5. Is it there? Yeah. 2:5. Here is the answer. 8th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നോക്കൂ. The pressure of a gas in a constant volume gas thermometer is 100 centimeter of mercury when placed in melting ice at 1 atmospheric pressure. When the bulb is placed in liquid, the pressure becomes 180 centimeter of mercury. Temperature of the liquid is given by. It's a constant volume thermometer. Therefore, pressure can be measured against the temperature. Okay. That is NR divided by V into T. ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ട സാധനം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് പ്രഷർ കോൺസ്റ്റന്റ് വോളിയം തെർമോമീറ്റർ ആയതുകൊണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടെമ്പറേച്ചർ ഓർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു പ്രഷർ. ദാറ്റ് മീൻസ് T2 divided by T1 must be equal to P2 divided by P1. T2 നമുക്കറിയില്ല. T2 എഴുതി. P2 എത്രയാണ്? എത്ര? 180 സെൻറ്റിമീറ്റർ ഓഫ് എച്ച് ജി ആണ്. ഡിവൈഡഡ് ബൈ P1 എത്രയാണ്? P1 100 സെൻറ്റിമീറ്റർ ഓഫ് എച്ച് ജി ആണ്. 100 എന്ന് എഴുതി. ഇൻറ്റു T1 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിൻ എഴുതണം. 273. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 491 പോയിന്റ് സംതിങ് കിട്ടും. Therefore, nearly about 491 Kelvin is your right answer. D is your right answer. 9th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A coil of n number of turns wound tightly in the form of a spiral with the inner and outer diameter R1, R2 respectively. When the current of a strength I is passed through the coil, the magnetic field at the center. ഈ ക്വസ്റ്റ്യൻ വേറെ എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വേറെ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളതേ ഉള്ളൂ. അവിടെ ഡയഗ്രാം ഒക്കെ തന്നിട്ടാണ് ചോദിച്ചത്. ഇവിടെ ഡയഗ്രാം തന്നിട്ടില്ല. നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്പൈറൽ കോയിൽ. അതിൻ്റെ ഇന്നർ ഡയമീറ്ററും ഉണ്ട്, ഔട്ടർ ഡയമീറ്ററും ഉണ്ട്. ലെറ്റ് മീ റൈറ്റ്. അതിൻ്റെ ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും ഉണ്ട്. ഓക്കെ, ഒരു സ്പൈറൽ കോയിലാണ്. ഇന്നർ ഡയമീറ്റർ R1 ആണ്, ഔട്ടർ ഡയമീറ്റർ R2 ആണെന്ന് പറയുന്നു. ഞാൻ R അകലെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് മീ ഗോ ടു എ ഡിസ്റ്റൻസ് R. ലെറ്റ് മീ കൺസിഡർ എ സ്ട്രിപ്പ്. ഓക്കെ, ഓഫ് ലെങ്ത് വിഡ്ത്ത് dr. ഇതിൻ്റെ വിഡ്ത്ത് dr ആണ്. ഇതിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് ഞാൻ എഴുതാൻ പോവുകയാണ്. നമ്പർ ഓഫ് ടേൺസ്, അതിലെ നമ്പർ ഓഫ് ടേൺസ് dn ആണെന്ന് വിചാരിക്കുക. dn എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കണം? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. R2 മൈനസ് R1. ഇനിയും അതിൻ്റെ ഡയമെൻഷൻ dr അല്ലേ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കിട്ടി. ആ ഗിവൺ ലെങ്തിലുള്ള dr ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇത് ഉണ്ടാക്കുന്ന
ഇതിൻ്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. ലെറ്റ് us do. മാഗ്നറ്റിക് ഫീൽഡ് dB ഈസ് ഈക്വൽ ടു μ0 n എന്നുള്ളത് dn എഴുതണം. dn ടേൺസ് ആവുള്ളത് I ഡിവൈഡഡ് ബൈ 2r സ്മോൾ ലെറ്റർ r because this strip is at the radius of that strip is r. ഇനി dn ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം നമുക്ക്. dB ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2r. അതുപോലെ എഴുതി. ഇനി dn പകരം എന്ത് എഴുതാം? n ഡിവൈഡഡ് ബൈ r2 മൈനസ് r1 ഇൻറ്റു dr. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് r1 to r2 you will get b. Therefore b is equal to μ0 ni ഡിവൈഡഡ് ബൈ 2r2 മൈനസ് r1. ഇതെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. 1/r ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln r വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ r1 to r2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, or let me write one more step. ln 1 divided by r dr, 1 divided by r dr from r1 to r2. So what you will get? μ0 ni divided by 2r2 minus r1. ഇത് ln r2 divided by r1 എന്ന് വന്നു. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ. μ0 ni divided by 2r2 minus r1 ln r2 divided by r1. Here is the answer. Okay. ഇനിയും 10th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. C0 is the capacitance of a parallel plate capacitor with air as the medium between the plate as shown in the figure. If half space between the plate is filled with dielectric of permittivity mu r as shown in the figure, the new capacitance. Okay, ഇത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് C0 ആണെന്ന് വിചാരിക്കുക. C0 ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ രണ്ട് കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്ത പോലെ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം ഈ ലെഫ്റ്റ് ഹാഫിൻ്റെ C0/2 ആണ്. റൈറ്റ് ഹാഫിൻ്റെ K ടൈംസ് C0/2. K എന്നുള്ളത് ഇവിടെ എപ്സിലോൺ r എന്നാണ്. അപ്പോൾ എപ്സിലോൺ r C0/2. ഇത് രണ്ട് പാരലാണ്. ദെയർഫോർ ടോട്ടൽ കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. C0/2 ഹാഫിൻ്റെ കപ്പാസിറ്റൻസ് പ്ലസ് അതർ ഹാഫിൻ്റെ കപ്പാസിറ്റൻസ് എപ്സിലോൺ r C0/2. C0/2 നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഔട്ട് ചെയ്യാം. C0/2 1 പ്ലസ് എപ്സിലോൺ r. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി. എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നോക്കൂ. എ സാമ്പിൾ ഓഫ് മോണോക്രോമാറ്റിക് ഗ്യാസ് ഈസ് മോണോഅറ്റോമിക് ഗ്യാസ് ഈസ് taken at initial pressure 75 kilopascal. The volume of the gas is then compressed from 1200 centimeter cube to 150 centimeter cube adiabatically. Very important, adiabatically. In this process, value of work done on the gas will be. Value of work done കണ്ടുപിടിക്കണമെങ്കിൽ ഫൈനൽ പ്രഷറും നമുക്ക് വേണം. ഇവിടെ ഇനീഷ്യൽ പ്രഷർ ഉണ്ട്, ഫൈനൽ പ്രഷർ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? സി നമുക്കറിയാം PV raised to gamma is constant for adiabatic process. ഇല്ലേ? അപ്പോൾ P1 V1 to the power gamma must be equal to P2 V2 to the power gamma. ഇതിൽ നിന്ന് P2 എങ്ങനെ എഴുതാം? P2 can be written as V2 divided by V1. V2 divided by V1. V2 is what? V1 to the power what? Gamma into P1. So P2 is what? V1. Sorry, here is P2 അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ V1 divided by V2 to the power gamma into P1. This is what P2 is. If you don't know, you look at this one. P1 V1 to the power gamma must be equal to P2 V2 to the power gamma. നമുക്ക് വേണ്ടത് മറ്റൊന്നുമല്ല P2 ആണ്. അപ്പം V1 divided by V2 to the power gamma into P1 എന്ന് കിട്ടി. ദാറ്റ്സ് ഇക്വേഷൻ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. P2 is equal to V1 എത്രയാ? 1200 divided by 150 to the power gamma. What is gamma of monoatomic gas? Gamma of monoatomic gas എല്ലാവർക്കും അറിയാം 5/3 ആണ്. P1 എത്രയാണ്? 75 ആണ് അല്ലേ? ഇത് രണ്ട് സീറോസ് നമുക്ക് വെട്ടിക്കളയാം, ഒരു സീറോസ് വെട്ടിക്കളയാം. 15 8 ടൈംസ് ഉണ്ട്. അപ്പം 8 to the power 5/3 into 75 എന്ന് വന്നു. 8 to the power 5/3 എന്ന് പറയുന്നത് എത്രയാണ്? 32. Let me see. 32 into 75. അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ P2 കണ്ടുപിടിക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? നോക്കൂ.
75നെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0 7 2 14 1 15. ഇത് 3 15 5 ശിഷ്ടം 1 21 1 22. അങ്ങനെ 0 0 4 2. അപ്പോൾ P2 നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഡിഡ് യു ഗെറ്റ്? 2400 എന്ന് കിട്ടി. 2400 വാട്ട്? കിലോ പാസ്കൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് കണ്ടുപിടിക്കാം. കാരണം വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് നമുക്ക് കണ്ടുപിടിച്ചാൽ സൈൻ മാറ്റിയാൽ മതി. സോ വർക്ക് ഡൺ ബൈ ഗ്യാസിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് NCERTയിലുള്ള ഇക്വേഷനാണ്. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 divided by gamma minus 1. This is the adiabatic work done. Everyone knows that. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. P1 എത്രയായിരുന്നു? പ്രഷർ 75 അല്ലേ? P1 75. V1 എന്ന് പറഞ്ഞാൽ 1200 ആയിരുന്നു. മൈനസ് P2 എത്ര കിട്ടി നമുക്ക്? 2400 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. V2 150 അല്ലേ? ഹിയർ ഈസ് 150. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പ്രഷർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. അതിനെ മീറ്റർ ക്യൂബ് ആക്കുമ്പോൾ പ്രഷർ കിലോ പാസ്കലിലാണ്. പാസ്കലിലേക്ക് മാറ്റുമ്പോൾ 10⁻³ വേണം. അതുപോലെ വോളിയം സെൻറ്റിമീറ്റർ ക്യൂബിലാണുള്ളത്. വോളിയം അതിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കുമ്പോൾ 10⁻⁻6 കൂടെ വേണം. അതിടാൻ മറക്കരുത്. ഡിവൈഡഡ് ബൈ ഗാമ -1. ഗാമ 5/3 ആണ്. 5/3 - 1 എന്ന് പറഞ്ഞാൽ 2/3. അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഈ 10⁻³ അങ്ങനെ 7.5 × 12 മൈനസ് what you will get here 24 × 15. 15 multiplied by 3 goes up. പിന്നെ താഴെ ഒരു 2 ഉണ്ട്. ഇത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -405 എന്ന് കിട്ടും. -405 വാട്ട്? ജൂൾ. ദിസ് ഈസ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് must be equal to negative of the work done by the gas. Therefore, your answer is 405 joule. That is the work done by the gas. Is it there? Yeah, here it is. 405. Next question like ഞാൻ കടക്കുകയാണ്. 12th question. Which of the following equation correctly represent the traveling wave having wavelength lambda is equal to 4 millimeter, frequency nu is equal to 100 hertz and traveling in positive x direction. Therefore, general equation of such wave is known to you. Y is equal to a sin kx minus, because it is traveling in positive x direction, minus omega t. ഇനി kx omega t കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. kx എന്ന് പറയുന്നത് എന്താ? 2π/λ into x. kx ലാംഡ എത്രയാ? 2 ആണ്. അപ്പോൾ ഇത് 0.4 ആണ് ലാംഡ. അപ്പോൾ ദിസ് ഈസ് 0.5 πx എന്ന് വന്നു. ഓക്കെ. ഇനിയും ഒമേഗ ടിയുടെ നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ ടി ഈസ് ഈക്വൽ ടു, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ടൈംസ് ഫ്രീക്വൻസിയാണ് ഇൻറ്റു ടി. 2π ടൈംസ് ഫ്രീക്വൻസി 100 ആണ്. അപ്പോൾ 200π ടി. ആ രണ്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പൈ പുറത്തേക്ക് ഇടാം. പൈ ക്യാൻ ബി taken common. Therefore, what you are going to get is y is equal to a sin pi is taken out. പിന്നെ ബാക്കിയുള്ളത് എത്രയാണ്? 0.5 x minus stays there. Pi is taken out. 200t. ഓക്കെ. യൂണിറ്റ് എന്താ? ഇവിടെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരും. ബിക്കോസ് ലാംഡ ഈസ് ഇൻ സെൻറ്റിമീറ്റർ. ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സും വരും. Therefore, the right answer is D. Is your right answer. Okay. ഇനിയും 13th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സൈക്ലോട്രോൺ ഈസ് വർക്കിംഗ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 10 MHz. If the radius of the D is 60 cm, maximum kinetic energy of accelerated proton is equal to Kmax എന്ന് പറയുന്നത് maximum kinetic energy of proton is equal to half times mass of proton into velocity max Vmax square. ഇനി Vmax എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയുടെ മാക്സിമം എന്ന് പറയുന്നത് Rmax ഒമേഗ. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റേഡിയസ് കൂടിക്കൊണ്ടേ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. Rmax ഒമേഗ.
ഇനി എന്താ ചെയ്യുക? ആർ മാക്സ് എന്ന് പറയുന്നത് എന്താണ്? 60 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് ഓഫ് ദ ഡിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ആർ മാക്സ് അറിയാം. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ടൈംസ് ഫ്രീക്വൻസിയാണ്. ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. ഓക്കെ, കെ മാക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ടൈംസ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ആർ മാക്സ് സ്ക്വയർ, ഡോണ്ട് ഫർഗെറ്റ് ടു പുട്ട് സ്ക്വയർ. ഇനിയും 2πf, 2πയുടെ സ്ക്വയർ 4π സ്ക്വയർ ഇൻറ്റു ഫ്രീക്വൻസിയുടെ സ്ക്വയർ. ലെറ്റ് മീ റൈറ്റ് എഫ് സ്ക്വയർ. ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. കെ മാക്സ് ഈസ് ഈക്വൽ ടു ഹാഫ്. അതുപോലെ എഴുതി മാസ് ഓഫ് ദ പ്രോട്ടോൺ ഈസ് 1.67 ഇൻറ്റു 10 to the power minus 27. റേഡിയസ് ഓഫ് ദ ഡിയുടെ സ്ക്വയർ 0.6 സ്ക്വയർ. ഓക്കെ, ഇൻറ്റു 4π സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 എടുക്കാം. പൈ സ്ക്വയർ വാല്യൂ ഈസ് 10. റിമെമ്പർ, പൈ സ്ക്വയർ wherever you see you can take 10. പൈ സ്ക്വയർ then ഫ്രീക്വൻസിയുടെ സ്ക്വയർ 10 മെഗാഹെഡ്സിൻ്റെ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ 100. മെഗാഹെഡ്സ് എന്ന് പറയുന്നത് 10⁻6 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻12. ഇത് ജൂളിലാണ്. നമുക്ക് തന്നിട്ടുള്ളത് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലും ഒക്കെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിനെ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലാക്കാൻ വേണ്ടിയിട്ട് 1.6 ഇൻറ്റു 10 to the power minus 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താ? മില്യൺ ഇലക്ട്രോൺ വോൾട്ടിൽ എനിക്ക് ആൻസർ കിട്ടും. മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്. ഇനിയും ഇത് രണ്ട് നമുക്ക് വെട്ടിക്കളയാം. 1.6 നിയർലി അബൌട്ട് 1.6 വെട്ടിക്കളയാം ഇല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ 10⁻13 20 27 ഇത് മൊത്തത്തിൽ ഉണ്ടോ? ഈ 27 വെട്ടിക്കളയാം. അപ്പം നമുക്ക് 20 ഇൻറ്റു വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് 20 ഇൻറ്റു 0.6ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് 0.36. അത് എത്ര കിട്ടി? 7 നിയർലി അബൌട്ട് 2 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ 7.2ൻ്റെ അടുത്തൊരു ആൻസർ നിങ്ങൾ നോക്കിയാൽ മതി. മില്യൺ ഇലക്ട്രോൺ വോൾട്ട് 7.2ൻ്റെ അടുത്ത്. ഹിയർ ഈസ് ദാറ്റ് 7.4 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻ എക്സ്പ്രഷൻ ഫോർ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ, ഹിയർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, then value of magnetic field amplitude will be. E0 തന്നിട്ടുണ്ട്. ഹിയർ ഈസ് E0 300 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് B0 ആണ് കണ്ടുപിടിക്കേണ്ടത്. B0 ഈസ് ഈക്വൽ ടു E0 by C ആണെന്ന് നിങ്ങൾക്കറിയാം. E0 by C. വാട്ട് ഈസ് E0 ഹിയർ? E0 ഈസ് 300 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ 3 ഇൻറ്റു 10 to the power 8. അത് ചെയ്യുമ്പം 1 ഇൻറ്റു 10⁻6 എന്ന് കിട്ടും. യൂണിറ്റ് ടെസ്ലയാണ്. ആൻസർ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁻6 ടെസ്ല. 15th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നോക്കൂ. ആൻ ഇലക്ട്രിക് കേബിൾ ഓഫ് കോപ്പർ ഹാസ് ജസ്റ്റ് 1 wire of radius 6 millimeter. Its resistance is 14 ohm. If this single copper wire of cable is replaced by 7 identical well insulated copper wires such of radius 3 millimeter കണക്റ്റഡ് ഇൻ പാരലൽ. 3 millimeter ഓരോന്നിൻ്റെ റേഡിയസ് 3 millimeter ആണ്. അവയെല്ലാം പാരലായിട്ട് കണക്ട് ചെയ്ത്. ന്യൂ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ എത്ര? അപ്പോൾ ഓൾറെഡി ഉള്ള റെസിസ്റ്റൻസ് ഒറ്റ കോയിലുള്ളപ്പോഴത്തെ റെസിസ്റ്റൻസ് റോ എൽ ബൈ എ ആണ്. എ ഇസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് നമുക്ക് തന്നിട്ടുണ്ട് 14 തന്നിട്ടുണ്ട്. ഇനിയും 7 എണ്ണത്തിൻ്റെ പാരലുള്ളപ്പോഴത്തെ റെസിസ്റ്റൻസ് ആർ ഡാഷ് എന്ന് എഴുതാം. 7 എണ്ണം ഉള്ളപ്പം അതിൻ്റെ റെസിസ്റ്റൻസ് 1/7 ആവും. 7 എണ്ണം ഉള്ളത് കൊണ്ട്. ഇനി ഒരെണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ എൽ ബൈ എ. എ എന്നുള്ളത് എന്തായി? A/9 ആയി അല്ലേ? ബിക്കോസ് നോക്കിക്കേ, റേഡിയസ് 1/3 ആയി. റേഡിയസ് 1/3 ആകുമ്പോൾ ഏരിയ 1/9 ആവും. അപ്പം എ എന്നുള്ളത് A/9 എഴുതണം. ആ 9 ഞാൻ മുകളിലോട്ട് എഴുതി. ഓക്കെ, therefore what you are going to get is 9 divided by 7 into rho L by A. Rho L by A 14 ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 14. അങ്ങനെ R dash is equal to 9 times 2 18 ohm ആൻസർ കിട്ടി. 18 ohm is your right answer. B is your right answer. 16th question. In LCR resonator, if the self inductance and capacitance become double, L-ഉം C-യും ഡബിൾ ആയാൽ ന്യൂ റെസണൻസ് ഫ്രീക്വൻസി F2 എങ്ങനെ, ന്യൂ ക്വാളിറ്റി ഫാക്ടർ എങ്ങനെ എന്നാണ് ചോദ്യം. റെസണൻസ് ഫ്രീക്വൻസി, പുതിയ റെസണൻസ് ഫ്രീക്വൻസിയെ കുറിച്ച് അറിയണമെങ്കിൽ റെസണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതുക. വാട്ട് ഈസ് ദാറ്റ്? 1 divided by 2π√LC. L ഡബിൾ ആയി, C ഡബിൾ ആയി. അപ്പോൾ there will be a factor 1/2 here, isn't it there? Therefore F2 ന്യൂ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്
ഓൾഡ് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ പകുതിയായിരിക്കും. ഇനി ക്വാളിറ്റി ഫാക്ടറിന് എന്ത് സംഭവിച്ചു എന്നറിയാം. ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എഴുതുക. ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു 1/r √L/C ആണ്. എല്ലും സിയും ഡബിളായി. എല്ലും സിയും ഡബിളായാൽ L/Cക്ക് ഒന്നും സംഭവിക്കില്ല ഇല്ലേ. Therefore ന്യൂ ക്വാളിറ്റി ഫാക്ടർ Q2 എന്ന് പറയുന്നത് ഓൾഡ് ക്വാളിറ്റി ഫാക്ടർ തന്നെയായിരിക്കും, Q1 തന്നെയായിരിക്കും. Therefore your right answer is A. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി to the minimum intensity in interference pattern if the width of two slits in young double slit experiments are 9:16, assuming the intensity of light is directly proportional to width slit. Okay, if here it is given what intensity width in the slit in the width W1 divided by W2 എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ I1/I2 ആണ്. That is equal to 9/16 given in your question. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക. √I1 ഡിവൈഡഡ് ബൈ √I2 കൂടെ കണ്ടുപിടിക്കാൻ പോവുക. അതെത്രയാണ്? 3/4. എന്തിനാണ് ഞാൻ √I1/√I2 കണ്ടുപിടിച്ചത് മനസ്സിലായോ? Imax ഡിവൈഡ് ബൈ Imin എന്ന് പറയുന്നത് എന്താ? Imax ഡിവൈഡഡ് ബൈ Imin എന്ന് പറയുന്നത് √I1 പ്ലസ് √I2 സ്ക്വയർ, ദാറ്റ് ഈസ് Imax ഡിവൈഡഡ് ബൈ Imin എന്ന് പറഞ്ഞാൽ എന്താ? √I1 മൈനസ് √I2 സ്ക്വയർ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, എന്നിട്ട് സ്ക്വയർ ചെയ്യണം. അപ്പോൾ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുക. 3 + 4 എന്ന് കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്യുക. പിന്നെ സബ്ട്രാക്ട് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 4ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 3ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുക. 3 - 4 അതിനെയും സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 49:1 എന്ന് കിട്ടി. ആൻസർ ഈസ് 49:1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A source of monochromatic light liberates 9 × 10⁻20 photon per second with wavelength 600 nanometer when operated at 400 watt. The number of photon emitted per second with wavelength 800 nanometer by the source of monochromatic light operating at the same power will be. Same power. നോക്കൂ, രണ്ട് സിറ്റുവേഷനും പവർ സെയിം ആണ്. പവറിൻ്റെ ബേസിക് ഡെഫിനേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. പവർ എന്ന് പറയുന്നത് എനർജി പെർ യൂണിറ്റ് ടൈം ആണ്. എനർജി എന്ന് പറഞ്ഞാൽ n ഫോട്ടോൺ ഉണ്ടെങ്കിൽ NE ഡിവൈഡഡ് ബൈ T. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺ ആണ്. E എന്ന് പറഞ്ഞാൽ ഓരോ ഫോട്ടോണിൻ്റെയും എനർജിയാണ്, NE/T. ഇനി E എന്ന് പറഞ്ഞാൽ hc/λ ആണ്. അപ്പോൾ Nhc ഡിവൈഡഡ് ബൈ λT എന്ന് വന്നു. ഇതിൽ നിന്ന് നമ്പർ ഓഫ് ഫോട്ടോൺ എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്താണത്? n ഡിവൈഡഡ് ബൈ T. അതിനെ ഞാൻ സ്മോൾ ലെറ്റർ n എന്ന് എഴുതുന്നു. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ n ഡിവൈഡ് ബൈ T നെ സ്മോൾ ലെറ്റർ n എന്ന് എഴുതുന്നു. അത് എന്തിന് ഈക്വലാണ്? n/T എന്ന് പറയുന്നത് P ഡിവൈഡ് ബൈ hc എന്ന് എഴുതാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്പർ ഓഫ് ഫോട്ടോൺ എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു λ ആണെന്ന് മനസ്സിലായി. കാരണം ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ പവർ ഈസ് സെയിം, hc ഈസ് എനിഹൗ കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് സെയിം. Therefore n2/n1 can be written as what? N2 divided by n1 can be written as λ2 divided by λ1. ഇതിൽ നിന്ന് n2 ഞാൻ കണ്ടുപിടിക്കുകയാണ്. n2 is equal to λ2 എത്രയാണ്? 800 നാനോമീറ്റർ. λ1 എത്രയാണ്? 600 നാനോമീറ്റർ. 600 നാനോമീറ്റർ, isn't it? It is there in the question. 600 നാനോമീറ്റർ into λ1. What is into n1. n1 is 9 × 10⁻20 അല്ലേ? ഇത് ചെയ്യുമ്പോൾ 2 zeros വെട്ടിക്കളയാം. ഇത് 1/3. ഇത് how many times you will get? 4 3s are 12 into, so n2 number of photon emitted in second case is equal to 12 into 10⁻20 എന്ന് കിട്ടി. 12 into 10⁻20. So is there such answer? Here it is. A is the right answer. ഇനി 19th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് നോക്കൂ. A speech signal given by 11 sin 2200 pi-t volt is used for amplitude modulation with the carrier signal given by 44 sin 6600 pi-t. The minimum amplitude modulated wave is the minimum amplitude of modulated wave. What is minimum amplitude of a modulated wave? Amin. Amin is equal to that, you know, AC minus AM. AC is the amplitude of carrier wave. AM is the amplitude of message signal. AC എത്രയാണ്? 44. AM എത്രയാ? 11. അങ്ങനെ നമുക്ക് 33 വോൾട്ട് എന്ന് കിട്ടി. 33 വോൾട്ട്. ഹിയർ ഈസ് ദ ആൻസർ. ഇനി 20th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് നോക്കൂ. എ ഹൈഡ്രജൻ ആറ്റം ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് അബ്സോർബ്
12.09 electron volt of energy, ground state. The orbital angular momentum of electron is increased by, okay. So, what is the energy of that when it goes to new state? En, nth state ലോട്ട് പോയെന്ന് വിചാരിക്കുക, മൈനസ് 13.6 എനർജി അതിനുണ്ടായിരുന്നു, അത് 12.09 അബ്സോർവ് ചെയ്തു. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? വി വിൽ ഗെറ്റ്, ലെറ്റ് മീ ആഡ്, 13.6 minus 12.09. So what you are going to get is here 1, here 5, here 1, 1.51. Therefore, its energy is equal to minus 1.51 electron volt energy it has. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിലാണ് ഇതുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ്? ഇ എൻ ഈസ് ഈക്വൽ ടു മൈനസ് 13.6 ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഇ എൻ നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൈനസ് 13.6 ഡിവൈഡ് ബൈ ഇ എൻ ഹൗ മച്ച്? 1.51. ഇത് നമുക്ക് 9 എന്ന് കിട്ടി, ശരിയല്ലേ? 1.51 നിയർലി അബൌട്ട് 9. ഇതിൽ നിന്ന് n നമുക്ക് കിട്ടി, n ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗോസ് ടു തേർഡ് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് നോക്കൂ, ഫസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, ദാറ്റ് ഗോസ് ടു സെക്കൻഡ് ആൻഡ് തേർഡ്, ഇറ്റ് ഗോസ് ടു തേർഡ്. ആംഗുലാർ മൊമെന്റത്തിൽ വന്ന ചേഞ്ച് ആണ് നമുക്ക് വേണ്ടത്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് L3 ആംഗുലാർ മൊമെന്റം ഓഫ് തേർഡ് ഓർബിറ്റ് ഡിവൈഡ് മൈനസ് ആംഗുലാർ മൊമെന്റം ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്. So you know angular momentum is an integral multiple of h by 2 pi. Therefore, this is 3 times h by 2 pi minus this is 1 times h by 2 pi. That you will get 2 times h by 2 pi, which is equal to h by pi. h by pi, h in the value നിങ്ങൾക്കറിയാലോ, 6.63 into 10 to the power minus 34 divided by 2 pi യുടെ value 3.14. ഇത് 2 point something you will get. 2 point something into 10 to the power minus 34. That is exactly പറയുകയാണെങ്കിൽ 2.11 into 10 to the power minus 34. യൂണിറ്റ് നിങ്ങൾക്കറിയാം, ജൂൾ സെക്കൻഡ്. Is there such an answer? Here, B is the right answer. Okay.